ഫിക്സഡ് മൈ ഓക്കെ, ഫിക്സഡ് മൈൻഡ് സെറ്റ് എന്ന് പറയുമ്പോൾ സ്ഥിരമായിട്ടുള്ളൊരു മനോഭാവമാണ്, അല്ലെ? ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു ചെറിയ ഒരു കമ്മ്യൂണിക്കേഷൻ കോച്ചിങ്ങിന്റെ കോഴ്സുമായിട്ട് വന്നതാണ്. ഇപ്പൊ ലൈഫ് കോച്ചിങ് കൊടുക്കുന്നുണ്ട്. ലൈഫ് കോച്ചിങ്ങിൽ എല്ലാം ഉൾപ്പെടും. ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, പബ്ലിക് സ്പീക്കിംഗ് ഉണ്ട്, ബാക്കി ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അതിൽ മെന്റൽ ഹെൽത്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ വേറെ ആൾക്കാരെ വെച്ചിട്ട് അതിനകത്ത് ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ ആ കോഴ്സ് അത്രയും വലുതായിട്ട് ഡിസൈൻ ചെയ്തു. പക്ഷെ അതുകൊണ്ട് മാത്രമായില്ല. ഇനിയും കുറെ കാര്യങ്ങൾ ചെയ്യണം, കുറെ കാര്യങ്ങൾ പഠിക്കണം, കുറെ കാര്യങ്ങളിലേക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പൊ സാധാരണ ഒരു വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ ഒരു 30 വയസ്സൊക്കെ കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ അവർ ചിന്തിക്കുന്നത് എന്താണ്? ഇനി മക്കൾക്ക് വേണ്ടി ജീവിക്കണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റാണ് അവർക്ക്. കാരണം അവരുടെ മൈൻഡ് അതുവരെയൊക്കെ വളരുള്ളൂ. പിന്നെ അവർക്ക് കൂടുതലൊന്നും ചിന്തിക്കാനില്ല. കുട്ടികളെ നല്ല എഡ്യൂക്കേഷൻ കൊടുക്കണം, കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. അതൊക്കെയാണ് പിന്നെ അവരുടെ ചിന്ത എന്ന് പറയുന്നത്. ഓക്കെ. പക്ഷെ ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റുകാരാകുമ്പോ എന്താണ്? കൂടുതൽ അവരുടെ മൈൻഡ് എപ്പോഴും ഒരു വളർച്ചയുടെ ഒരു പാതയിലായിരിക്കും. അല്ലെ? അവർക്ക് കൂടുതൽ കാര്യം തോറ്റു പോയാൽ തന്നെ അവർ പുതിയ കാര്യങ്ങൾ പഠിക്കുകയാണ്. അതേസമയം ഒരു ഫിക്സഡ് മൈൻഡ് സെറ്റ് ആണെങ്കിൽ ട്രൈ ചെയ്യുന്നു, അവര് ഫെയിൽ ആവുകയാണെങ്കിൽ പിന്നെ ഈ ഫിക്സഡ് മൈൻഡ് സെറ്റുകാരുടെ കാര്യം പിന്നെ പറയണ്ട. ഓക്കെ, എന്നെ കൊണ്ട് ഇനി കഴിയില്ല, എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ എന്നുള്ളൊരു ഇതിലേക്ക് അങ്ങ് പോകും. അതേസമയം ഈ ഫിക്സഡ് മൈൻഡ് സെറ്റുകാര് ഇവര് ഈ ഫിക്സഡ് മൈൻഡ് സെറ്റുകാര് ട്രൈ ചെയ്തു ജയിച്ചാലും എന്താണ്, ഇവര് എന്തെങ്കിലും ഒരു കോഴ്സ് എന്തെങ്കിലുമൊക്കെ പഠിച്ച് ജയിച്ചാലും അവര് ആ ഒരു ജോലിയായിട്ട് അങ്ങ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇപ്പൊ +2 കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, പിന്നെ അവരെന്ത് ചെയ്യും? കുറെ പഠിച്ചിട്ട് ഈ PSC ഒക്കെ ടെസ്റ്റ് ഒക്കെ പാസ്സായിട്ട് എങ്ങനെയെങ്കിലും ഒരു ജോബ് സംഘടിപ്പിക്കും. അവിടെയും അവർക്ക് വളരാൻ സാധിക്കുന്നില്ല. രാവിലെ എഴുന്നേൽക്കുന്നു, ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു. ഡെയിലി അതിങ്ങനെ ഈ ചക്രം കറങ്ങുന്ന പോലെ അവരുടെ ലൈഫ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. വലിയ പുരോഗതിയൊന്നും ഉണ്ടാവില്ല. പക്ഷെ അത്യാവശ്യം ഈ പറഞ്ഞ പോലെ ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അറിയാലോ, എണ്ണിച്ചുട്ട് അപ്പം പോലെ കിട്ടുന്ന ശമ്പളം വെച്ച് അവർ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് മുന്നോട്ട് അങ്ങ് പോകും. അതേസമയം ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആരാണെങ്കിലോ, ഇവര് ഫെയിൽ ആയാല് ഇവര് ട്രൈ ചെയ്യുന്നു, ഫെയിൽ ആവുന്നു. ഈ ഫെയിലിലൂടെ ഇവർ ലേൺ ചെയ്യുന്നു, കൂടുതൽ കാര്യങ്ങൾ ലേൺ ചെയ്യുന്നു. ഇവര് വീണ്ടും ട്രൈ അഗൈൻ ആൻഡ് ഇംപ്രൂവ്. വീണ്ടും ഇവര് ട്രൈ ചെയ്യുന്നു, വീണ്ടും ഇവര് ഇംപ്രൂവ് ആവും. അതേസമയം ഈ ഫിക്സഡ് മൈൻഡ് സെറ്റുകാര് ജയിച്ചാലും എന്താണ്, ഒരു പരിധി വരെ മാത്രമേ അവർക്ക് കഴിയുള്ളൂ. അതേസമയം ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റുകാരാണെങ്കിൽ അങ്ങനെയല്ല. അവര് ജയിച്ചാലും തോറ്റാലും പുതിയ കാര്യങ്ങൾ പഠിക്കുകയും അവരുടെ ബ്രെയിൻ എപ്പോഴും ഇങ്ങനെ തുറന്നു തന്നെ ഇരിക്കും, പുതിയ കാര്യങ്ങൾ എങ്ങനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. ഒരു ഒരു സ്റ്റുഡൻസ് മൈൻഡ് സെറ്റ് ആണ് പല ആൾക്കാർക്കും. ഇവര് പഠിച്ചത് മാത്രമേ പാടുള്ളൂ എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലോട്ട് അങ്ങനെ പോകുമ്പോൾ അവർക്ക് എന്താണ്, വളരെ പുരോഗതി ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ തന്നെ പല സ്കൂളിൽ ടീച്ചേഴ്സായിട്ട് ജോലി കിട്ടുന്ന ആൾക്കാര് അവര് പോകുന്നു, പഠിപ്പിക്കുന്നു, അവരുടെ കാര്യം കഴിയുന്നു, സാലറി വാങ്ങുന്നു, തിരിച്ചു വരുന്നു. പക്ഷെ പുതിയ കാര്യങ്ങൾ അവിടെ അപ്ലൈ ചെയ്യാനോ ഒന്നും അവര് ഉം, മെനക്കെടാറില്ല. അതുകൊണ്ട് തന്നെ ആ പല സ്കൂളുകളുടെയും ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ പഴയ ട്രഡീഷണൽ സിസ്റ്റത്തിൽ നിന്ന് അവർക്ക് ഒരു മോചനം ഉണ്ടാവുന്നില്ല. ആ പഴയ രീതിയിൽ തന്നെ അവർ തുടർന്ന് പോകുന്നുണ്ട്. സ്കൂളിന് വളരെ ശോചനീയ അവസ്ഥയായിരിക്കും ആ സ്കൂളിന്റെ വളർച്ച ഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ ഏതൊരു മേഖലയിലായാലും ട്രൈ ചെയ്യുക, നമ്മൾ ഫെയിൽ ആയാലും അതിൽ നിന്നും റീലേൺ ചെയ്യുക. എവിടെയാണ് നമുക്ക് പരാജയപ്പെട്ടു പോയതെന്നുള്ളത് റീലേൺ ചെയ്യുക, വീണ്ടും ട്രൈ ചെയ്യുക, വീണ്ടും ഇമ്പ്രൂവ് ആവുക. നമ്മൾ ഇമ്പ്രൂവ് ആവുന്നത് കൊണ്ട് ഈ സത്യം പറഞ്ഞാൽ ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റുകാരെ കൊണ്ടിട്ട് അവർക്ക് മാത്രമല്ല ഉപയോഗം, അവരെ കൊണ്ട് സമൂഹത്തിന് തന്നെ ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, ഇവര് ഈ പരിശ്രമങ്ങൾക്കൊക്കെ മൂല്യം കൊടുക്കുന്നു. മറ്റുള്ളവരെന്ന് പറഞ്ഞാല് പരിശ്രമിച്ചിട്ട് അതിലൊരു തടസ്സം വന്നാല് പിന്നെ സാധ്യത ഇല്ല അവരുടെ മുന്നിൽ. തടസ്സം വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ മുന്നിൽ സാധ്യത ഇല്ല. പക്ഷേ ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റുകാരാണെങ്കിൽ എങ്ങനെയാണ്? അവര് പരാജയപ്പെട്ടു, ഒരു തടസ്സം വന്നു, ആ തടസ്സത്തിൽ അവര് സാധ്യതകളെ കണ്ടെത്തുന്നു. ആ സാധ്യതകളിലൂടെ അവരും വളരുന്നു, ഒപ്പം മറ്റുള്ളവരെയും വളർത്തുന്നു. ജസ്റ്റ് ഞാനൊരു സ്റ്റോറി പറയാം. ഒരു ചൈനീസ് ബാലൻ എന്ന് പറയുമ്പോൾ അയാള് 7ാം ക്ലാസ്സിൽ തോറ്റു, 10ാം ക്ലാസ്സിൽ തോറ്റു, എങ്ങനെയെങ്കിലൊക്കെ ഉരുണ്ട് വരേണ്ട അയാൾ ജയിച്ചു. പിന്നെ അയാൾക്ക് അത്ര ഇംഗ്ലീഷൊന്നും വശമൊന്നുമില്ല. ഇംഗ്ലീഷിൽ അയാളുടെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പോലും പറയാൻ അയാൾക്ക് അറിയില്ല.
അപ്പൊ ഈ മനുഷ്യൻ ഒരു 9 വർഷത്തോളം ഒരു ടൂറിസ്റ്റ് ഗൈഡായിട്ടൊക്കെ വർക്ക് ചെയ്തു. പിന്നെ ഇയാൾ എന്ത് ചെയ്തു? ഒരു എങ്ങനെയൊക്കെയോ ജയിച്ച് കുറെ ഒക്കെ പഠിച്ചു, എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് തോറ്റൊക്കെ പഠിച്ചു. ഇയാള് ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റിയിൽ വന്നിട്ട് അപ്ലൈ ചെയ്തു. 10 പ്രാവശ്യം അപ്ലൈ ചെയ്തു. 10 പ്രാവശ്യം ഇയാളെ റിജക്ട് ചെയ്യപ്പെട്ടു. ലാസ്റ്റ് ഇയാൾ എന്ത് ചെയ്തു? 30ലധികം ഇന്റർവ്യൂവിൽ പങ്കെടുത്തു. ഈ 30 ഇന്റർവ്യൂ നല്ല ഭംഗിയായിട്ട് പൊട്ടി. ലാസ്റ്റ് ഇദ്ദേഹം ഒരു കമ്പനി തുടങ്ങി. പിന്നെ എന്തായാലും അവിടെ, പക്ഷെ അയാൾ അവിടെയും പരാജയപ്പെട്ടില്ല. ആ ഒരു പിന്നെ വേറെ ഏതോ ഒരു കമ്പനിയിലേക്ക് പോയപ്പോ അവിടെ 32 പേര് ജോയിൻ ചെയ്തതിൽ 33 പേര് ജോയിൻ ഇന്റർവ്യൂ എടുത്തതിൽ ഇയാൾ മാത്രമാണ് ആ 32 പേരും ഇത് പാസ്സായി. ഈ 33ാമത്തെ ഇയാള് അവിടെയും ഫെയിലായി. ലാസ്റ്റ് ഇയാൾ എന്ത് ചെയ്തു? ഒരു ഇൻഡസ്ട്രി തുടങ്ങി. ചെറിയ രീതിയിൽ തുടങ്ങി. ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ഇ കൊമേഴ്സിന്റെ ഒരു ഇൻഡസ്ട്രി അയാൾക്ക് കീഴടക്കാൻ കഴിഞ്ഞു. ഇംഗ്ലീഷ് അറിയാൻ കഴിയാത്ത 10ാം ക്ലാസ്സിൽ വരെ തോറ്റു പഠിച്ചിട്ട് 10 പ്രാവശ്യം ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്തിട്ട് റിജക്ട് ചെയ്യപ്പെട്ട ആ മനുഷ്യൻ എന്ത് ചെയ്തു? ഇന്ന് ലോകം കീഴടക്കിയ ഇ കൊമേഴ്സിന്റെ ഒരു സ്ഥാപകനാണ്. അപ്പോ അദ്ദേഹത്തിന്റെ പേരാണ് ജെക് മാ. ആലിബാബയാണ് അദ്ദേഹത്തിന്റെ കമ്പനിയുടെ നെയിം എന്ന് പറയുന്നത്. ഇന്ന് അദ്ദേഹം ലോകത്തിൽ നിന്നും മറ്റൊരു ലോകങ്ങളിൽ, അതായത് രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗവും സ്പീച്ചും മോട്ടിവേഷൻ സ്പീച്ചും എല്ലാം നല്ല ഇംഗ്ലീഷിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന ഇംഗ്ലീഷിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. എങ്ങനെ ഇദ്ദേഹത്തിന് അത് കഴിഞ്ഞു? ഇംഗ്ലീഷിൽ സ്വന്തം ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പോലും കഴിയാതിരുന്ന 10ാം ക്ലാസ്സിൽ തോറ്റുപോയ ഇയാൾക്ക് ഇതെങ്ങനെ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ പഠിക്കും തോറും നമ്മൾ അവിടെ പരാജയപ്പെട്ടു പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? താഴേക്ക് പോകണം. പക്ഷേ ഇവിടെ നമ്മുടെ ന്യൂറോൺസുകൾ ഇങ്ങനെ കണക്റ്റായി വരികയാണ്. നമ്മൾ ഈ മാലയിൽ മുത്തു കൊരുക്കുന്ന മാതിരി ന്യൂറോൺസ് ഇങ്ങനെ അതിന് വേണ്ടിയിട്ട് ഒരു ന്യൂറോൺ പാത്വേ ഇങ്ങനെ രൂപപ്പെട്ട് വരികയാണ്. പക്ഷെ അത് രൂപപ്പെട്ട ആ ഒരു ബ്രിഡ്ജ് അവിടെ റെഡി ആയിട്ട് നമുക്ക് അതിലൂടെ സഞ്ചരിക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? അവന് മുന്നേ തന്നെ നമ്മുടെ മൈൻഡ് സെറ്റ് ഇവിടെ ഡൗൺ ആയി കഴിയും. നമുക്ക് ആ ഒരു ജേണിയിലേക്ക് എത്താൻ, ആ ഒരു ബ്രിഡ്ജ് ഫുള്ളായി അതിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്താണ്, ആ ന്യൂറോൺ പാത്വേ ഏതൊരു കാര്യം പഠിച്ച് അത് റെഡി ആവുന്നതിന് മുന്നേ, ആ ന്യൂറോൺ പാത്വേ റെഡി ആയി വരുന്നതിന് മുന്നേ തന്നെ നമ്മുടെ മൈൻഡ് സെറ്റ് എന്താണ്? ഇവിടെ കരിഞ്ഞുണങ്ങിക്കഴിയും അല്ലേ? അപ്പൊ ഈ ഒരു പ്രൊഫസർ, ഈ ഒരു അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ഈ മൈൻഡ് സെറ്റ്, ഫിക്സഡ് മൈൻഡ് സെറ്റും ഗ്രോത്ത് മൈൻഡ് സെറ്റിനെ കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് നമ്മൾക്ക് തന്നെ സ്വയം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അല്ലെ? നമ്മൾ ഫിക്സഡ് മൈൻഡ് സെറ്റുകാരാണോ ഗ്രോത്ത് മൈൻഡ് സെറ്റുകാരാണോ? സ്വയം നമുക്ക് വിലയിരുത്താൻ കഴിയുന്നുണ്ട് ഓരോരുത്തർക്കും. ഇനി അതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകൾ നമ്മൾ, സത്യം പറഞ്ഞാൽ ഞാനൊക്കെ ഗ്രോത്ത് മൈൻഡ് സെറ്റിലാണോ? ചിലരുടെ ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് തന്നെ നമുക്കത് വിലയിരുത്താൻ പറ്റും. ചില ആൾക്കാരെന്ന് പറഞ്ഞാല് അവരുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ കുറെ അടിച്ചു പൊളിച്ചിങ്ങനെ ആഭരണങ്ങളൊക്കെ ഇട്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ നടന്നാൽ അതാണ് ഒരു ലൈഫ്, നല്ല ലൈഫ് എന്ന് വിചാരിക്കുന്നവരുണ്ട്. പക്ഷെ അതല്ല യഥാർത്ഥ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറയാൻ. നമുക്ക് കിട്ടുന്നതൊക്കെ നമ്മുടെ സെൽഫിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മളുടെ നോളജ് വർദ്ധിപ്പിക്കുക. കുറെ പഠിച്ചത് കൊണ്ടായില്ല, പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും അല്ലെ, അതിലൂടെ കൂടുതൽ ആൾക്കാരെ എംപവർ ചെയ്യിപ്പിക്കുക ഒക്കെ ചെയ്യുമ്പോഴാണ് ശരിക്കും നമ്മളൊരു ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് വന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. നമ്മൾ മാത്രം വളർന്നുകൊണ്ടിരുന്നാൽ മതിയോ? നമ്മളിലൂടെ ഈ പറയുന്ന പോലെ വാഴ നനയുമ്പോ ചീര നനയും എന്ന് പറയുന്ന കണക്ക് ഇടവിളയായിട്ട് നട്ടുകൊടുക്കുന്ന സംഭവം ഉണ്ടല്ലോ. അപ്പൊ അതുപോലെ അല്ലെ, നമുക്ക് മാത്രം നനവ് കിട്ടി നമ്മൾ മാത്രം വളർന്നാൽ മതിയോ? പോരാ. അതും ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് അല്ല. വളരുന്നുണ്ട്, നമുക്ക് അത്യാവശ്യം ക്യാഷ് കിട്ടുന്നുണ്ട്, പക്ഷെ നമ്മളിലൂടെ ആരെങ്കിലും വളരുന്നുണ്ടോ? അവിടെയാണ് ശരിക്കും നമ്മുടെ ഫിക്സഡ് മൈൻഡ് സെറ്റ്, നമ്മുടെ ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റ് വർക്ക് ആവുന്നത്. അപ്പൊ നമുക്കൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. ഇതൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് തന്നെ സ്വയം ഒന്ന് അനലൈസ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ഈ പറയുന്ന പോലെ ഗ്രോത്ത് മൈൻഡ് സെറ്റിലാണെന്നുള്ളത് ആർക്ക് പറയാൻ പറ്റും? ധൈര്യത്തോടെ ആർക്ക് പറയാൻ പറ്റും ഞാൻ ഗ്രോത്ത് മൈൻഡ് സെറ്റിന്റെ ആളാണ്, ഞാൻ ഓരോ നിമിഷവും വളർന്നുകൊണ്ടിരിക്കുന്നു, മറ്റുള്ളവരെ വളർത്താൻ ആഗ്രഹിക്കുന്നു എന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും?
യെസ്. ശ്രീജ ചെറിയോൾ. ശ്രീജ മാം പറഞ്ഞു യെസ് അതെ എന്ന് പറഞ്ഞു. ഓക്കെ. ശ്രീജ മാമിനെ എനിക്ക് നല്ല വ്യക്തിപരമായിട്ട് അറിയുന്ന ആളാണ്. ഓക്കെ. സഫിദ യെസ്. കാരണം ശ്രീജ മാമിനെ സംബന്ധിച്ച് പുള്ളിക്കാരി ഒരു അംഗൻവാടി ടീച്ചറാണ്. പക്ഷെ ഈ അംഗൻവാടി ടീച്ചർമാരെന്ന് പറഞ്ഞാല് പൊതുവേ എന്താണ് അവര് സമൂഹത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചവരാണ് അല്ലേ? പക്ഷെ നമ്മുടെ ശ്രീജ മാം ഭയങ്കര ഒരു എനിക്ക് വ്യക്തിപരമായി അറിയുന്ന ഒരാളാണ്. ഒരുപാട് പേരെ അറിയാം. പക്ഷെ ഇപ്പൊ ഒരാളെ മാത്രമേ പറയുന്നുള്ളൂ. മാം ആണെങ്കിൽ ക്ലാസ് എടുക്കാൻ വന്ന സമയത്ത് യെസ് ഐ വിൽ ട്രൈ ദി ഗ്രോത്ത് മൈൻഡ് സെറ്റ്. ഓക്കെ. ശ്യാം സുന്ദർ. ഓക്കെ. അപ്പോ യെസ് മീ ഒരുപാട് പേര് ചാറ്റ് ബോക്സിൽ വരുന്നുണ്ട്. വോയിസിൽ പറഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആവും. ഉറക്കൊക്കെ അങ്ങ് പോകും. അപ്പൊ ഈ ശ്രീജ മാം ആണെങ്കിൽ പിന്നെ ട്രെയിനർ കോഴ്സിൽ വന്നു, അത് പാസ്സായി, നമുക്ക് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ വന്നു, ക്ലാസ് എടുത്തു, ഒരുപാട് ക്ലാസ്സുകൾ എടുത്തു. അവർ ആ ഒരു ലൊക്കാലിറ്റിയിൽ മാത്രം ഒതുങ്ങിക്കൂടാതെ അവിടെ മാത്രം അവരുടെ സാമൂഹ്യ സേവനം കൊടുക്കാതെ അവരെന്ത് ചെയ്തു, പുറത്തേക്ക് ഇറങ്ങി. അപ്പൊ അവിടെ നമുക്ക് പറയാം എന്താണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആണ് എന്നുള്ളത് അല്ലെ? അതുപോലെ ഇതിനകത്തിരിക്കുന്ന പലരും സത്യത്തിൽ നിങ്ങൾ എല്ലാവരും തന്നെ ഗ്രോത്ത് മൈൻഡ് സെറ്റിന്റെ ആൾക്കാരാണ്. അതുകൊണ്ടാണ് യെസ് അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു ടൈമിൽ ഇവിടെ വന്നിട്ട് ഇത് അറ്റൻഡ് ചെയ്യാൻ പോലും തയ്യാറായത് എന്തുകൊണ്ടാണ്? ഈ മോർണിംഗിൽ ഈ ഒരു എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് ഈ ഒരു സമയത്ത് അല്ലെ, നേരം വെളുത്തിട്ട് പോലുമില്ല, ഇപ്പോഴും ഇരുണ്ട് ആ ഒരു അവസ്ഥയിലാണ്. എല്ലാവരും മൂടി പൊതിച്ച് ഉറങ്ങുന്ന ഈ സമയത്ത് ഈ ക്ലാസ്സിൽ വന്നിരുന്ന് മെഡിറ്റേഷൻ ചെയ്തു, അതുപോലെ തന്നെ ഈ ക്ലാസ്സുകൾ കേട്ടു. അപ്പോൾ നിങ്ങൾക്ക് തന്നെ സ്വയം അനലൈസ് ചെയ്യാം, നിങ്ങൾക്ക് തന്നെ സ്വയം വിലയിരുത്താം നിങ്ങൾ ഗ്രോത്ത് മൈൻഡ് സെറ്റിന്റെ ആൾക്കാരാണ് എന്നുള്ളത്. ഓക്കെ. അപ്പൊ ഇന്നത്തെ ആ ഒരു പോസിറ്റീവ് വൈബ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ ആണ്. ഇനി എങ്ങനെയാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളതാണ്. ശ്രീജ തെറിയോടൻ താങ്ക് യു മാം. താങ്ക് യു. വെൽക്കം. മാമിനെ എനിക്ക് പ്രത്യേകിച്ച് അറിയാം. എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉള്ളതിൽ നല്ലൊരു ഫ്രണ്ടാണ് ശ്രീജ മാം. അതുപോലെ ഇതിനകത്തുള്ള ഒരുപാട് പേര് പുതിയ ആൾക്കാരും ഉണ്ട്. ഓക്കെ. അപ്പോ നമ്മള് അതുപോലെ തന്നെ ബിസിനസ് ചെയ്യുന്നവർ, ബിസിനസ് ചെയ്ത് എങ്ങനെയെങ്കിലും ഒരു ബിസിനസ് ചെയ്ത് മുന്നോട്ട് പോകണം എന്ന് ചിന്തിച്ചിട്ട് അവർ ആ ലൊക്കാലിറ്റിയിലുള്ള ആൾക്കാരെ മാത്രം കണ്ടുകൊണ്ട് ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ഒരിക്കലും അതൊരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതേസമയം അവരെന്താണ്, അവര് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇന്നത്തെ സാങ്കേതിക വിദ്യകളും മറ്റ് സാധ്യതകളും ഒക്കെ കണ്ടെത്തി പുറം ലോകത്തേക്ക് ആ ഒരു, അതായത് എത്രയോ ലക്ഷം ജനങ്ങൾ, എത്രയോ കോടി ജനങ്ങൾ പുറത്തുണ്ട്, അവരെയൊക്കെ കണ്ടുകൊണ്ട് പുറത്തേക്ക് ആ ഒരു ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുമ്പോഴാണ് ശരിക്കും ആ ഒരു ബിസിനസ്മാനും ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റിന്റെ ആളാന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഏതൊരു മേഖലയിലും അല്ലെ, ഒരു ചെറിയ ഡ്രൈവിംഗ് ജോലി ആയാലും അവരുടെ ആ ഇടവേളകളിൽ കണ്ടെത്തുന്ന ആ ഒരു സംഭവങ്ങൾ. പിന്നെ ഇടയ്ക്ക് ഒരു യൂട്യൂബറെ ഞാൻ കണ്ടു. അദ്ദേഹം സാധാരണ നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ അയാൾ എന്താണ്, അയാളുടെ വർക്കുകളൊക്കെ ഈ കിണറുകളിലൊക്കെ ഇറങ്ങി വൃത്തിയാക്കുക, പിന്നെ വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ നിർമ്മിക്കുക. അപ്പൊ വെയിലത്ത് നിന്നിട്ടൊക്കെയാണ് ഇയാൾ പണിയെടുക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ഈ ജോലി ഇദ്ദേഹം യൂട്യൂബിലൂടെ പുറം ലോകത്തേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പൊ എന്നിട്ട് അയാൾ അതിൽ കൂടെ പറയുന്നുണ്ട്, മക്കളെ പഠിക്കാൻ വിടുന്ന സമയത്ത് പഠിച്ചോളി, ഇല്ലെങ്കിൽ എന്നെ പോലെ ഇതുപോലെ ഒരു വെയിലത്ത് നിന്നിട്ട് പണിയേണ്ടി വരും എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ കുറെ മെസ്സേജസ് ഒക്കെ അദ്ദേഹം പാസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളെ വർക്ക് എന്താണ്, സാധാരണ ഒരു മേസ്തിരി ചെയ്യുന്ന ഒരു പണി, പിന്നെ സാധാരണ വൃത്തിയാക്കാനും തൂമ്പ വെച്ചിട്ട് ജോലി ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹം ഭയങ്കര അദ്ദേഹത്തിന് ആ ഡെഡിക്കേഷൻ, ആ ജോലിയോടുള്ള അർപ്പണ ബോധവും, അതുപോലെ വരും തലമുറയോടുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു ആ ഒരു സ്നേഹവായ്പൊക്കെയാണ് അതിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെയും അദ്ദേഹം ആ ജോലിയിൽ നിന്ന് പോകുന്നില്ല, പകരം അതിലൂടെ ലോകത്തെ അദ്ദേഹത്തിന്റെ ആ കഷ്ടപ്പാട് കാണിച്ചുകൊണ്ട് ലോകത്തിനോട് വിളിച്ചു പറയുകയാണ്, മര്യാദയ്ക്ക് പഠിക്കാൻ വിടുന്ന സമയത്ത് പഠിച്ചില്ലെങ്കിൽ എന്നെ പോലെ ഈ പൊരുവെയിലത്ത് പണിയെടുക്കേണ്ടി വരുമെന്ന് അദ്ദേഹത്തിന്റെ യൂട്യൂബിലൂടെ പറയുന്നുണ്ട്.
ഇപ്പൊ അടുത്ത് വൈറലായത് റോഡ് പണി അത് ഇടിഞ്ഞ സമയത്ത് അത് ആ ഒരു കൈവരിപ്പാത ആ ഒരു ഒറ്റ ഇതിൽ നിർത്താൻ പറ്റുമോ എന്നുള്ള ഒരു ആശങ്ക അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. ഇപ്പൊ അതാണ് അദ്ദേഹത്തിന്റെ ആ ഒരു ആശങ്കയാണ് ഇപ്പൊ ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നത്, കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്നത്. അപ്പൊ അതാണ് ഏതൊരു മേഖലയിലായാലും എനിക്ക് ഇനിയിപ്പോ പഠിക്കാനൊന്നും പറ്റിയില്ല, എന്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയി തീർന്നു എന്ന് കരുതിയിരിക്കും ഒരാളും. അതാണ് ആ താഴേക്കിടയിൽ നിൽക്കുന്ന ആ ഒരു ആളിൽ നിന്ന് പോലും നമുക്ക് പഠിക്കാൻ ഒരുപാട് പാഠങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഒരു കൊച്ചുകുട്ടി, ആ കൊച്ചുകുട്ടി സംസാരിക്കുന്ന കേട്ടാല് അവന് ഇനി സ്കൂളിൽ പോവേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ കുഞ്ഞിന് അവന്റെ ജോലി എന്ന് പറയുന്നത് പശുക്കളെ വളർത്തലാണ്. ഏകദേശം ഒരു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായമേ ആ കുട്ടിക്കുള്ളൂ. ആ കുട്ടി പറയുന്ന കാര്യം കേട്ടാൽ ഏറ്റവും കൂടുതൽ നല്ല ഒരു ഇതുള്ളത്, നല്ല പോഷക സമൃദ്ധമായ ഒരു പാലെന്ന് പറയുന്നത് A2 മിൽക്കാ, A1 മിൽക്ക് അങ്ങനെ എന്തോ ആണ്. അപ്പൊ അത് കിട്ടുന്നത് കാസർഗോഡുള്ള ഏതോ ഒരു വെച്ചൂർ പശു അങ്ങനെ എന്തോ ഒരു പശുവിന്റെ പേര് പറയും. ആ പശുവിൽ നിന്നാണ് ആ പാല് കിട്ടുന്നത്. അതാണ് ഏറ്റവും നല്ല മിൽക്ക്. പക്ഷെ ആ മിൽക്ക് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ അവിടെ പോയി പശുവിനെ ഇവിടെ വാങ്ങിക്കൊണ്ട് വന്നാൽ നമുക്ക് ആ ഗുണം കിട്ടില്ല. ആ വെച്ചൂർ പശു വെച്ചൂർ വളരണം, ആ പശു അവിടെ വളരണം. കാസർഗോട്ടെ പശു കാസർഗോഡ് ആ ഓരോ കാലാവസ്ഥയിലും അവിടുത്തെ കറകപ്പുല്ലും മറ്റുമൊക്കെ കഴിച്ച് അവിടെ വളരുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ആ പശുവിന് അതിന്റെ ആ പാലിന് ആ ഗുണം കിട്ടുക. അല്ലാതെ നമ്മൾ ഓടിപ്പോയി അവിടെ നിന്ന് ഇങ്ങോട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നാൽ ആ മിൽക്ക് ഒക്കെയാണ്, അതിലുള്ള പോഷക സമൃദ്ധം നമുക്ക് കിട്ടുമെങ്കിലും ആ ഒരു A1 മിൽക്കിന്റെയോ അല്ലെങ്കിൽ A2 മിൽക്കിന്റെയോ ആ ഒരു ഗുണം നമുക്ക് കിട്ടില്ല. ആ കുട്ടി പറയുന്നത് കേട്ടിട്ടൊക്കെ അന്തം വിട്ടേ. അത് ജസ്റ്റ് നമ്മൾ സ്ക്രോൾ ചെയ്ത് പോവല്ല. അപ്പൊ അവനെ അവിടെ അവനെ നോക്കിയിട്ട് നമ്മളിങ്ങനെ ഓ ഇത്രയൊക്കെ സംഭവം ഈ കുട്ടിക്ക് ഇത്ര ചെറുതിലെ അറിയോ. അവന്റേതായ സംഭവത്തിൽ അവന്റേതായ ആ ഒരു ഫീൽഡിൽ അവൻ ഓക്കെ ആണ്. പക്ഷെ അത് അവൻ ലോകത്തോട് വിളിച്ചു പറയാണ്, അല്ലെ? അത് എനിക്ക് അങ്ങനെ ഒരു അറിവ് എനിക്കില്ലായിരുന്നു. അത് എന്നെ സംബന്ധിച്ച് എനിക്കൊരു പുതിയ അറിവായിരുന്നു. അപ്പോൾ പല ആൾക്കാരും പറയുന്നുണ്ട് ഞങ്ങൾ ക്ഷീര കർഷകരാണ്, പക്ഷെ ഞങ്ങൾക്ക് ഇതൊരു പുതിയ അറിവാണ്. അപ്പൊ അവന്റെ അറിവ് അവൻ ലോകത്തോട് വിളിച്ചു പറയാണ്. ഒരു കൊച്ചു കുട്ടിയാണ്. അപ്പൊ ഈ കുഞ്ഞു മക്കളിൽ നിന്ന് പോലും പാഠങ്ങൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. ഞാൻ കണ്ടിരുന്നു മാം. യെസ്, അതെ അതെ. അപ്പൊ ചെറിയ മക്കളിൽ നിന്ന് പോലും നമുക്ക് പഠിക്കാൻ ഒരുപാടുണ്ട്. എന്താണ് പറയുന്നത്, നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളെ നമ്മൾ റെസ്പെക്ട് ചെയ്യണമെന്ന് പറയുന്നത്. ഇപ്പൊ ആധുനിക സൈക്കോളജിസ്റ്റുകൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, കുട്ടികളെ അടിക്കാൻ പാടില്ല, വഴക്ക് പറയാൻ പാടില്ല, അവരെ നമ്മൾ റെസ്പെക്ട് ചെയ്യണോ. എന്തുകൊണ്ടാ? നാളെ ഇവൻ ആരായിത്തീരുമെന്ന് നമുക്ക് ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെ? അപ്പോ നമ്മൾ എന്ത് ചെയ്യാം, പഠിക്കുക. മറ്റുള്ളവരെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് മാത്രം ഉപകാരപ്പെട്ടാൽ പോരാ, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പോ നമ്മൾ ഗ്രോത്ത് മൈൻഡ് സെറ്റിന്റെ ആൾക്കാരാണ് എന്ന് കരുതിയിട്ട് നമ്മൾ ഇനിയും പഠിക്കാതിരിക്കരുത്. കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക, അത് പുറം ലോകത്തേക്ക് എത്തിക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ഒരു ജേണി, ആ ഒരു എന്തെങ്കിലും ഒരു പുതിയ കാര്യത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് മടിച്ചു പോകുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുക, ആ ഒരു ബ്രിഡ്ജ് അവിടെ കണക്ട് ആയിട്ടില്ല, അത് കണക്ട് ആവുന്നത് വരെ, നമ്മുടെ ആ ന്യൂറോൺ പാത്വേ അവിടെ രൂപപ്പെട്ട് വരുന്നത് വരെ ഞാൻ ക്ഷമയോടെ കാത്തിരിക്കണം എന്ന് സ്വയം പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ട് ആ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റിന്റെ ആ ബ്രിഡ്ജ്, ആ ഒരു ന്യൂറോൺ പാത്വേ അവിടെ രൂപപ്പെടുന്നത് വരെ ക്ഷമയോടുകൂടി പതിയെ പതിയെ സഞ്ചരിക്കുക, കൺസിസ്റ്റന്റ് ആയിട്ട്. ഓക്കെ. ആമയും മുയലും തോറ്റുപോയ, ആമയും മുയലും ഓട്ടപ്പന്തയം വെച്ചപ്പോ മുയല് തോറ്റുപോയത് എന്തുകൊണ്ടാ? മുയലിന് ഭയങ്കര സ്പീഡാണ്, പക്ഷെ കൺസിസ്റ്റൻസി ഇല്ലാണ്ട് അവിടെ കിടന്ന് ഉറങ്ങി. അതേസമയം ആമ ഇഴഞ്ഞാണെങ്കിലും കൺസിസ്റ്റന്റ് ആയിട്ട് നീങ്ങിയത് കൊണ്ട് അത് കറക്റ്റ് സമയത്ത് ഫിനിഷിംഗ് പോയിന്റിൽ എത്തി. അപ്പോ ഇഴഞ്ഞാണ് പോകുന്നത്. നമുക്ക് പല സമയത്തും നമ്മുടെ ആ ഇഴച്ചിൽ കാരണം നമുക്ക് ആ ഒരു നമ്മുടെ മൈൻഡ് സെറ്റ് താഴേക്ക് പോയാലും സ്വയം മനസ്സിലാക്കുക, കൺസിസ്റ്റന്റ് ആയിട്ട് ഇഴഞ്ഞു പോയാലും എനിക്ക് എത്തേണ്ടടുത്ത് എത്താൻ പറ്റും എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഇഴയാനെങ്കിലും തയ്യാറാവുക. ഓക്കെ. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എനിവേ, ഇങ്ങനെ ഒരു അവസരം തന്നതിൽ യെസ്, നെവർ ഗിവ് അപ്പ്. നമ്മള് വിംബിൾ അക്കാഡമിയോടും അതുപോലെ തന്നെ നമ്മുടെ ഇതിന്റെ ഭാരവാഹികൾ, ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. സജന മുസ്തഫ, ആയിഷ മാം, അതുപോലെ ഇതിൽ ക്ലാസ് എടുക്കുന്ന ഒരുപാട് പേര്, എല്ലാവർക്കും പ്രത്യേകം താങ്ക്സ്, നന്ദി. ഇന്നലെ ഞാൻ കൂടുതലൊന്നും ഇതിനെപ്പറ്റി പഠിച്ചിട്ടില്ല. ട്രൂലി ഇൻസ്പയറിംഗ്. താങ്ക് യു സർ, താങ്ക് യു. നിങ്ങളുടെ ഫീഡ്ബാക്ക് തന്നെയാണ് നമ്മളുടെ ഇന്ധനം. ഓക്കെ. പിന്നെ കൂടുതലായിട്ടൊന്നും ഞാൻ ഇതിൽ സെർച്ച് ചെയ്യോ പഠിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ട് വന്ന ക്ലാസ് എടുത്തത്. കാരണം ഇന്നലെ നൈറ്റിലാണ്
നമ്മുടെ ഇന്ന് ക്ലാസ് എടുക്കാൻ വന്ന മാമിന് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നത്. ഞായറാഴ്ച മാത്രമേ എനിക്ക് ഫ്രീ ആയിട്ടുള്ളൂ. സാധാരണ ഞായറാഴ്ച എല്ലാവരും ഉറങ്ങുന്ന ടൈമാണ്. ഞായറാഴ്ച എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഉറങ്ങുന്ന സമയം. പക്ഷെ എനിക്ക് എല്ലാ ദിവസവും ഒരുപോലെ തന്നെയാണ്. ഞായറാഴ്ച ദിവസമാണ് എനിക്ക് കുറച്ച് കൂടുതൽ ടൈം ഒന്ന് മെഡിറ്റേഷൻ ചെയ്യാനും ഒക്കെ ഒന്ന് ഇരിക്കാൻ പറ്റുന്നത് ആ സമയത്താണ്. ബാക്കിയുള്ള ടൈമിലൊക്കെ എനിക്ക് പെട്ടെന്ന് കിച്ചണിലേക്ക് കയറുകയും ക്ലാസ് എടുക്കുക, പിന്നെ അടുത്ത് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്കൊക്കെ നീങ്ങേണ്ടതാണ്. അപ്പൊ ഈ മോർണിംഗ് ടൈമിൽ പോലും നമ്മൾ ഫ്രീ അല്ല എന്നുള്ളതാണ്. ഓക്കെ. അതെന്തുകൊണ്ടാണ് എനിക്ക് വേണമെങ്കിൽ കിടന്നുറങ്ങാം, ഞായറാഴ്ചയും കിടന്നുറങ്ങാം, ബാക്കിയുള്ള ദിവസവും കിടന്നുറങ്ങാം. പക്ഷെ കറക്റ്റ് ടൈമിൽ നമ്മൾ എഴുന്നേറ്റ് ആ മോർണിംഗ്, ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മോർണിംഗ് റെഡിയാക്കി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ, ഈ മോർണിംഗ് വൈബ് അതോടുകൂടി നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ആ ഒരു ജേണി സക്സസ്ഫുൾ ആവുന്നത്, നമ്മുടെ ലൈഫിൽ, നമ്മുടെ കരിയറിൽ. അപ്പൊ എല്ലാവരും എല്ലാ ദിവസവും വരുന്ന സമയത്ത് നമ്മൾ ഇപ്പോ നിങ്ങൾ ഏത് പൊസിഷനിലാണെന്നൊന്നും എനിക്കറിയില്ല. ചിലപ്പോൾ ബെഡിലായിരിക്കാം, ചിലപ്പോൾ ക്ലാസ് കേൾക്കാനുള്ള ഇഷ്ടം കൊണ്ട് വന്നിരിക്കുന്നതായിരിക്കാം, ചിലപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുന്നു. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ ആ മോർണിംഗിൽ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയി വന്നിരിക്കുന്ന സമയത്ത്, ഏകദേശം ഞാനൊരു 4 മണിയോടുകൂടി എഴുന്നേറ്റു. അപ്പൊ നമ്മൾ 4 മണിക്കൊന്നും എഴുന്നേൽക്കണമെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും ഒരു ഏകദേശം ഒരു 5 മണി, കറക്റ്റ് ഒരു 5 മണി ആ സമയത്ത് എഴുന്നേറ്റിട്ട് ഒന്ന് കുളിച്ച് ഒന്ന് ഫ്രഷ് ആയി ഒന്ന് പ്രാർത്ഥിച്ച്, ഒന്ന് നല്ല പ്ലസന്റ് ആയിട്ട് നല്ലൊരു ഇതായിട്ട് വന്ന് ഇവിടെ ഇങ്ങനെ വീഡിയോ ഒക്കെ ഓൺ ചെയ്തിരുന്നാലും ആ ക്ലാസ്സിന് കുറെ കൂടി ഇതുണ്ടാവും. അത് നമുക്കല്ല, നമ്മൾ ഓൾറെഡി വീഡിയോ ഓൺ ചെയ്ത് ഇതായിട്ട് ഇരുന്ന് സംസാരിക്കുന്നുണ്ട്, ഉറക്കം വരുന്നില്ല, ക്ലാസ് എടുക്കുന്നുണ്ട്. പക്ഷെ ക്ലാസ് കേൾക്കാൻ വരുന്ന ഓരോരുത്തരെ സംബന്ധിച്ചും അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ, ആ ഒരു മോർണിംഗിൽ കുളിച്ച് ഫ്രഷ് ആയി ഒന്ന് ഇതൊക്കെ ചെയ്ത് വീഡിയോ ഒക്കെ ഓൺ ചെയ്തിരുന്ന് ഒക്കെ ചെയ്യുന്ന സമയത്ത്, വീഡിയോ ഓൺ ചെയ്താലും ഇല്ലെങ്കിലും ക്ലാസ് ഞാൻ എടുക്കും. കാരണം നമ്മൾ ഒരുപാട് കാലം കൊണ്ട് ഈ ക്ലാസ് എടുക്കുന്നതുകൊണ്ട് എനിക്കത് വിഷയമല്ല. ഞാൻ നിങ്ങളെ കാണുന്ന പോലെ തന്നെയാണ് സംസാരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് അതൊരു വിഷയമല്ല. പക്ഷെ നമ്മൾ അങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ടല്ലോ, പിന്നെ നമുക്ക് ആ ഒരു ക്ലാസ് മിസ്സായി പോയി നമുക്ക് വലിയ ബുദ്ധിമുട്ടാവും. നമുക്ക് അയ്യോ ഒന്ന് ക്ലാസ് പങ്കെടുക്കാൻ പറ്റിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമുക്ക് അവിടെ ഒരുപാട് നമ്മുടെ ബോഡിയും മൈൻഡും ഒക്കെ ഫ്രഷ് ആയിക്കൊണ്ടേയിരിക്കും. ഡേ ടു ഡേ നമ്മൾ ഫ്രഷ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതും കൂടി ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഓക്കെ. ഓക്കെ. എന്തായാലും ഞാൻ എല്ലാ ദിവസവും എനിക്ക് എഴുന്നേൽക്കുന്നുണ്ട്, ഇന്ന് നമസ്കാരം കഴിഞ്ഞ ശേഷം ചെറിയൊരു മെഡിറ്റേഷൻ ഞാൻ സ്വയം ചെയ്യുന്നുണ്ട്. ഒരു ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ, അതുപോലെ ഫോർഗീവ്നെസ് മെഡിറ്റേഷൻ, ഇതൊക്കെ നമ്മൾ ഫോളോ ചെയ്ത് വരുന്നുണ്ട്, ഒരു 5-10 മിനിറ്റ് വെച്ച്. പക്ഷെ ഇന്ന് എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. എങ്കിലും എനിക്ക് ഹാപ്പിനെസ് ഉണ്ട്. കാരണം ഒരുപാട് ആൾക്കാരിലേക്ക് കുറെ കാര്യങ്ങൾ എത്തിക്കാൻ സാധിച്ചു, അല്ലേ? അപ്പോ ശരി, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എനിവേ, താങ്ക് യു വെരി മച്ച്. ഒരുപാട് പേര് ഫീഡ്ബാക്ക് ഒക്കെ അറിയിച്ചു. ഓൺ വോയിസിൽ ഫീഡ്ബാക്ക് അറിയിച്ചാൽ നമുക്ക് കുറച്ചുകൂടി സന്തോഷം, അല്ലെ? ഇന്നത്തെ ദിവസത്തിന് ഇനി നമുക്കൊന്നും വേണ്ട. ഇനിയും മൈൻഡ് വളരട്ടെ, കൂടുതൽ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ മാമിന് കഴിയുമാറട്ടെ, അല്ലെ? നമുക്കും ഓക്കെ, ശരിയാണ്. അപ്പോ ഇന്നത്തെ ദിവസം ഇനി പ്രത്യേകിച്ച് എനിക്ക് ഇനി ഒരു ഇന്ധനവും വേണ്ട. ഇനി നല്ല ഹാപ്പി ആയിട്ട് ഓടാൻ വേണ്ടിയിട്ട് ഇത് തന്നെയാണ് ധാരാളം. അപ്പോൾ നമ്മൾ എല്ലാവരും ഇങ്ങനെ വന്നിരിക്കുക, നിങ്ങളെ കൊണ്ട് പറ്റുന്നവർക്ക് ഇതിനകത്ത് തന്നെ ക്ലാസ്സുകൾ എടുക്കുക, നിങ്ങൾ ഇമ്പ്രൂവ് ആവുക, മറ്റുള്ളവരെ ഇമ്പ്രൂവ് ചെയ്യുക. ഓക്കെ. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ അല്ലേ? താങ്ക് യു സോ മച്ച് ജാസ്മിൻ മാം. നല്ലൊരു ഇന്ധനവും താങ്ക് യു തന്നുകൊണ്ട് ഷിബ മാം. തുടങ്ങാമല്ലോ. എല്ലാവർക്കും എന്താണ് ഷിബ മാം? എല്ലാവർക്കും നല്ലൊരു ഇന്ധനവും തന്നുകൊണ്ട്, ഇന്നത്തെ യെസ്. വകയൊക്കെ തന്നുകൊണ്ട് ഈ ദിവസം തുടങ്ങുകയാണല്ലോ. നെക്സ്റ്റ്. താങ്ക് ഓക്കെ. യു. എന്റെ ക്ലാസ് വരുന്നത് ഞായറാഴ്ചയാണ്. ഇന്ന് വലിയ പ്രിപ്പറേഷൻ ഒന്നും ഇല്ലാതെ ഓടിക്കൊണ്ട് വന്നതാണ്. ഇന്നലെ നൈറ്റിലാണ് അറിഞ്ഞത്. അത് ഞാൻ ഉറങ്ങാൻ കിടന്ന സമയത്ത്. പിന്നെ എന്തായാലും പിന്നെ പ്രിപ്പറേഷൻ നടക്കൂല, ജസ്റ്റ് ഉറക്കിലേക്ക് പോയി. എനിവേ, താങ്ക് യു വെരി മച്ച്. പുതുതായിട്ട് ആരെങ്കിലും ഉണ്ടോ? എന്റെ ക്ലാസ്സിൽ ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഗുഡ് മോർണിംഗ് മാം. യെസ്, ഗുഡ് മോർണിംഗ്. ആരാണ്? സ്റ്റെഫി. നല്ലൊരു ഈ ഒരു രാവിലെ നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ഒരു ബൂസ്റ്റപ്പ് തന്നെയാണ്. ആദ്യമായിട്ടാണ് ക്ലാസ് കേൾക്കുന്നത്. ഒരുപാട് ഇഷ്ടമായി. അപ്പോ ലൈഫിൽ വരുന്ന ചാലഞ്ചസിനെല്ലാം തന്നെ നല്ല ഇൻസ്പയറോട് കൂടിയിട്ട് അതിനെ ഏറ്റെടുക്കാനുള്ളൊരു മെന്റാലിറ്റി, അത് തന്നെയാണ് ഈ ഗ്രൂപ്പിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രൊഫഷനിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവരുടെ ഒരു പ്രത്യേകതയും അത് തന്നെയാണെന്ന് തോന്നുന്നു. ആൻഡ് അതുപോലെ തന്നെ എല്ലാവർക്കും മുന്നിൽ വരുന്ന പ്രശ്നങ്ങളിൽ
പതറിപ്പോവാതെ അത് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്ക് ഉള്ളത് കൊണ്ടായിരിക്കും ആ ഒരു പ്രോബ്ലം നമ്മുടെ മുന്നിൽ വന്ന്. ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാല് അത് ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളത് കൊണ്ടായിരിക്കും അത് നമുക്ക് മുന്നിൽ വന്നിട്ടുണ്ടാവുക എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പകുതി അതെ കാര്യങ്ങൾ നമുക്ക് ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും. അപ്പോ ഈ ഒരു രാവിലെ ഈ ഒരു ടൈമിന് കിട്ടി ഈ ബൂസ്റ്റ്, ഈ ഒരു ഡേ കംപ്ലീറ്റ് എല്ലാവരുടെ കൂടെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ആൻഡ് മാമിന് ഒരുപാട് താങ്ക്സ്. താങ്ക് ഓക്കെ, യു. വെൽക്കം സ്റ്റെഫി. ഗുഡ് മോർണിംഗ് മാം. ഞാനും ഫസ്റ്റ് ടൈമാണ് മാമിന്റെ ക്ലാസ് കേൾക്കുന്നത്. ഇറ്റ്സ് ട്രോലി ഇൻസ്പയറിംഗ്. നല്ല ക്ലാസ് ആയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. മാം പറഞ്ഞതുപോലെ ഞാൻ അത് ആലോചിച്ചു. മീൻസ് നമ്മളിപ്പോ വന്ന എല്ലാ പാർട്ടിസിപ്പൻസും ഫിക്സ്ഡ് ഗ്രോത്ത് ആണെങ്കിൽ നമ്മളിവിടെ ഇരിക്കില്ലല്ലോ. അതൊരു ചേഞ്ച് ആയതുകൊണ്ടാണല്ലോ നമ്മൾ ഏർലി മോർണിംഗിന് ആ ഒരു ക്ലാസ്സിന് വെയിറ്റ് യെസ്, ചെയ്തതും ന്യൂ തിങ്സ് പഠിക്കാനെല്ലാം വന്നതും. ഒരുപാട് കാര്യങ്ങൾ മീൻസ് നമുക്ക് ഇൻസ്പയറിംഗ് ആയിട്ടുള്ളതും. ഇന്നത്തെ ഒരു ദിവസം മാമിന്റെ ഒരു ക്ലാസ് മതി എപ്പോഴും റിഫ്രഷിംഗ് ആയിട്ടിരിക്കാൻ. റിയലി താങ്ക്ഫുൾ മാം. താങ്ക് യു സോ മച്ച്. ലിഫ്ന. ലിഫ്ന എന്നല്ലേ പേര്? അതെ മാം. ഇനി നമുക്ക് മൈൻഡപ്പ് ചെയ്യാമോ? ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എനിവേ പങ്കെടുത്ത നിങ്ങൾക്ക് എല്ലാവർക്കും, അതുപോലെ ഫീഡ്ബാക്ക് പറഞ്ഞവർക്കും ഫീഡ്ബാക്ക് ടൈപ്പ് ചെയ്തവർക്കും താങ്ക് യു വെരി മച്ച്. സംസിന മാം, താങ്ക് യു മാം, താങ്ക് യു.